ആര് നാരായണ ചേച്ചി പഠിച്ചേ കഴിഞ്ഞു. ഓ മുണ്ടിക്ക് നമ്മുടെ സിംബാടെ സഹോദരങ്ങൾ അവിടെ കിടപ്പുണ്ടേ. അതിനെ കൊണ്ടുവന്ന് തീറ്റ കൊടുപ്പാണ് സാറിൻ്റെ പണി. കണ്ടോ, സിംബാടെ ഫുഡ് അവിടെ കൊണ്ട് കൊടുക്കുക. കാരണം പാവം അതുങ്ങൾ ഭയങ്കര പട്ടിണിയാണ്. തള്ള വല്ലപ്പോഴും വരുന്നെന്ന് തോന്നുന്നു. ഭയങ്കര കാർച്ചയായിരുന്നു വിശന്നിട്ട്. എന്നിട്ട് കുറച്ച് പാല് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇച്ചിരി മധുരമൊക്കെ ഇട്ട് അതുങ്ങളുടെ കുടി കാണുമായിരുന്നു പാവം ആർത്തിയോടെ. കണ്ടിരിപ്പുണ്ടെന്ന് കോഴിക്കെന്ത് ഇവിടെ കാര്യം? ഒന്ന് പോകാമോ? ആഹാ, കുരയ്ക്കാനൊക്കെ തുടങ്ങിയല്ലോ. ഇവൻ മാത്രം വന്ന് കഴിക്കുന്നുള്ളല്ലോ. പേടിച്ചിരിക്കുന്നതായിരിക്കും. ആരല്ലേ എവിടെയല്ലേ ഇറങ്ങിക്കോണം കേട്ടോ, പുറകെ ഇങ്ങോട്ട് വരാനായിട്ട്. ആ കൂ എന്നാടാ കൊല പറയോ? ആ പാട്ട് വന്നോ? അതിനോട് ഇത്ര കിടന്ന് ബഹളം. ആഹാ, കൊള്ളാലോ. എന്തോന്ന് ഒരു സമയമില്ല, കഴിച്ചേ അങ്ങോട്ട്. എന്നതാ എന്തുവാ എന്നാ മതി? സമയം എത്രയായി? 8:10 കഴിഞ്ഞ. 8:30 അവിടെ റിപ്പോർട്ട് ചെയ്യണ്ടേ? ആ നോക്കട്ടെ, സമയം എത്രയായി നോക്കട്ടെ. 8:10. ആ പൊക്കോ. പക്ഷെ അത് കഴിച്ചത് വലിയ കാര്യമാണേ. ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണോ നീ അവിടെ? ഓ എനിക്കൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ അതെ കഴിച്ചോണ്ട് പോകാനാ പറഞ്ഞേ ചോക്ലേറ്റ്. ഇതേ ഇങ്ങോട്ട് നോക്കൂ. പൊക്കൊന്നോ ഒന്നോ ഹോൾ ടിക്കറ്റ് എടുത്തോ പേനയൊക്കെ എടുത്തോ? രണ്ടും മതി. മുടി കെട്ടി വെച്ചോളൂ അവിടെ ചെല്ലുമ്പോൾ. ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് ചെല്ലുമല്ലോ, 5 മിനിറ്റ് പോലും വേണ്ട. ആ മരവും കൂടെ അവിടുത്തെ മരവും കൂടെ പോവാണെങ്കിൽ സ്കൂൾ കാണാം. അല്ല, അവിടുത്തെ മരവും കൂടെ പോയാൽ സ്കൂൾ കാണാമെന്ന് പറയായിരുന്നു. ഓടേണ്ട ആവശ്യമില്ല. അത് വലിയായിട്ട് ഒരുമായി വന്നില്ലേ? ഇല്ല, ഇതിലെ കുറച്ച് പണിയായിരുന്നു. ഈ കുളത്തിൽ നിന്ന് കുറേ വെള്ളം കോരി അതിലെ കൂടെ കയറ്റി മേളിൽ കയറ്റി അവിടെ വെച്ചിട്ടുണ്ട്. കാണിക്കാം. ഇതിനകത്തെല്ലാം കോരി വെച്ചു. പിന്നെ അവിടെ കുറേ കോരി വെച്ചു. ഇതിനകത്തും കോരി വെച്ചു, അവിടെയും കോരി വെച്ചു. എന്നിട്ട് ഇവിടെ കുറേ ചെടിക്കെല്ലാം ഒഴിച്ചു. ഈ വാഴയ്ക്കും അതിനെല്ലാം ഒഴിക്കണം. എല്ലാം വാടിക്കരിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു. ഇനി കുറച്ച് ദിവസം ഇനി വെള്ളം ഒഴിക്കണം, മഴ പെയ്തില്ലെങ്കിൽ. ആ വെള്ളം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇഞ്ചി പെട്ടിക്കകത്തെല്ലാം ഓരോ ബക്കറ്റ് വെള്ളം ഒഴിച്ചു. എന്നാപ്പാ നാട്ടെ പിള്ളേരിക്കും എടുത്ത് കുടിച്ചോ. ഇത് തന്നെ ഇതൊക്കെ എടുത്ത് കുടിച്ച് പഠിക്കുക. പട്ടി കിടക്കണമെന്ന് വെറുതെ കിടന്ന് കുരയ്ക്കുന്നു. എന്തിനാണ് എന്തോ. പിന്നെ അപ്പോൾ വാരം പിടിക്കാൻ പോയല്ലോ എന്ന് വെച്ചോണ്ട്. സംഘത്തിന് പോയപ്പോ
എന്താ ഞായറാഴ്ച പോയാ പോരെ? അമ്മ അതെ ശ്യാമളമ്മ വരുമ്പോ പാല് എടുത്തിട്ട് വരും. ആ ശ്യാമളമ്മ ഒന്നും ഇവിടെ വരത്തില്ലല്ലോ. എന്താ അമ്മ സംഘത്തിൽ എപ്പോഴാണ് സംഘത്തിന് പോകുന്നേ? ആ ഞാൻ പോകുന്നില്ല. പോകുമ്പോ പാല് വെച്ചാൽ എടിയാ ഞായറാഴ്ച അടി പോയി 24 മണിക്കൂർ സംഘമൊന്നുമില്ല. ഇന്നെല്ലാം ശരിക്കും വെള്ളം ഒഴിച്ചുകൊണ്ട് മിക്കവാറും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നല്ല മഴക്കാറുമുണ്ട്. മഴ പെയ്തില്ലേ? അതിലൊക്കെ ഞാൻ ആറ്റിപ്പോയി. അതിൽ പറയാൻ വന്നേ ചെടിക്കെല്ലാം ഇന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ആകാശത്തോട്ട് പോകുമ്പോൾ നല്ല മഴക്കാറ്. ഇന്ന് മഴ പെയ്യാനുള്ള ചെറിയ സാധ്യതയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെക്കാട്ടിലൊക്കെ മഴക്കാറുണ്ട്. മറ്റേതിങ്ങനെ മൂടൽ മാത്രമുള്ള, ഇതിപ്പോൾ മഴക്കാറ് തന്നെ ഉണ്ട്. ഉണ്ടോ? ഈ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ മഴ പെയ്യാനുള്ള സർവ്വ സാധ്യതകളും ഇന്ന് തെളിയുന്നുണ്ട്. എണ്ണിയിട്. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പോയി എടുത്തോണ്ട് വരാം. താഴെ വീഴുമ്പോൾ പറഞ്ഞാൽ മതി. എത്രണ്ണം ഉണ്ടെന്ന് എണ്ണിയിടാൻ. ഉണങ്ങിയത് 2-3 തുള്ളി മാത്രം പെയ്ത്. വെയിലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെയിൽ അവിടെ അല്ലേ, കാറ് ഇവിടെയാണ്. പക്ഷെ പെയ്യാൻ അത് പറന്ന് കാറ്റടിച്ച് പോയാൽ പോയി. നോക്കാതിരിക്കുകയാണെ പെയ്യും. നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് പെയ്താലേ ഉള്ളൂ. ഉണ്ടോ? വീഴുന്നുണ്ട്. എന്തിനാ അത് പെയ്യട്ടെ? എന്തിനിങ്ങനെ തെറുതി പിടിക്കുന്നേ? അതിൻ്റെ പുറകിൽ പോയി കിടപ്പുണ്ട്. പുറകിൽ കിടപ്പുണ്ടേ. അതല്ല, ചൂട് കാരണം. ഈ ട്രെയിനൊക്കെ വരുമ്പോൾ നോക്കി നിൽക്കുന്ന പോലെ മഴക്കാർ മേളിൽ കൂടെ പോകുന്നത് നോക്കി നിന്ന്. ഇത്രയും നാളും വന്നിട്ടുള്ള മഴക്കാർ വെച്ച് ഏറ്റവും കൂടുതലായിരുന്നു. ചില ടീമുകൾക്ക് പേടിയാണ്, ചിലവന് ഇവനൊന്നും പേടിയില്ല. എന്നാ ഭയങ്കര ചെള്ള ഇതിൻ്റെ ദേഹത്ത്. മറ്റേൻ്റെ ദേഹത്ത് നമ്മൾ കുളിപ്പിച്ചപ്പോൾ അങ്ങ് പോയി, പിന്നെ അധികം കണ്ടിട്ടില്ല. അത് നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പട്ടിയാണ്, നമ്മുടെ സിംബായെ പോലെ തന്നെ.
പക്ഷെ ആ സാധനം പെമ്പട്ടിയാ. ബാ ബാ. എന്താ എന്താ വാ വാ. വരണമെന്നുമുണ്ട് വേണ്ടെന്നുമുണ്ട്. വാ. ഒളുത്താവളം അതാ. ഏറ്റവും ചെറിയൊരു ടീമുണ്ട്, അവന് ഭയങ്കര പേടിയാണ്. വിട്ടുപോയി. അവന് ശരിക്കും നടക്കത്തൊന്നുമില്ല. കാലൊക്കെ ഉണ്ടോ, ആമ്പട്ടിയാണ് പക്ഷേ. ഇറങ്ങി ഓക്കെ, കൂട്ടി പോ. ഇറങ്ങി പോകെ. ഓടിക്കോ. പോയി കിടന്നോ അവിടെ, കിടക്കാം അവിടെ. ഓക്കോ, കിടന്നോ അവിടെ. എടി അട തിന്നുന്നുണ്ടേ. ഇഷ്ടമാണോ? നിന്റെ കഴിഞ്ഞോ? അടയ്ക്കെന്നാ കറി? സത്യശോധനാണോ? അല്ല, സ്വപ്നക്കൂട്. അടയ്ക്കെന്നാ കറി? അടയുടെ കറി എന്നാ? ന്യൂട്രല്ല, പീനട്സ്. പതിയൊക്കെ ചേട്ടാ, പതിയെ കഴിക്കൂ. ഇവിടെ ആർക്കും ആരുടെയും ഫുഡ് എടുത്തോണ്ട് പോകത്തില്ല. ആരാണേടെ എന്ത് തീർന്ന്. അത് മതി. എന്നാ ആക്ടിങ് ആണോ എൻ്റെ അമ്മോ. എന്നത് എന്റെ പാട്ടാണോ? വീഡിയോ എടുത്തോ മതി, ഇനി പാട്ട് വെക്കെ. അടയൊക്കെ തിന്നാറായി. പാട്ടല്ലേ നിർത്തി വെച്ചേക്കാവോ? പാട്ട് നിർത്താവോ? സിനിമ ഡിസംബർ അല്ല റെയിൻ. നാളെ കഴിഞ്ഞ് മലയാളമല്ലേ, മലയാളം സെക്കൻഡ്. എന്താ ശാമ്പവയ്ക്ക് എന്നാ നാളെ എക്സാം? ഏത് വിഷയമാണ്?
ഏതാ? അയ്യോ എന്താ അത് കഴിച്ചില്ല? എന്തോ കഴിച്ചില്ല എൻ്റെ ഇന്നും മഴ ചതിച്ചു, ഇന്നും മഴ ചതിച്ചു, അങ്ങനെ പറയാൻ നല്ലത്. ഇന്നും മഴ ചതിച്ചു. ഓക്കെ, അവിടെ ഒരു അടയുടെ പീസ് ഇരിപ്പുണ്ട്, അത് കഴിക്കാൻ വേണ്ടി ഓടിയതാണ്. സാമ്പിളൂടെയാണ്. സിംബ നല്ല ഉറക്കമാണ്. അട കിട്ടിയോ? സമാധാനമായോ? അവിടെ പോയിരിക്കണ്ട, അവളോട് ഒന്നും കടിക്കട്ടെ. ഇങ്ങനെ ഇങ്ങ് വാ, ഇങ്ങനെ വന്നേ. കട തുപ്പിക്കളഞ്ഞ നല്ല തല്ല് വെച്ച് തരും. കൊണ്ടുവച്ചടി. ആ താഴെ കിടക്കുന്ന കൊണ്ടുവച്ചേ. ആരാണ് ആ വടി എന്തിയടി? ഈർക്കിലെന്തി? ഓക്കെ, വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ എടുത്തേ? വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ എടുത്തേ? നിലത്ത് വെക്കാതെ കഴിച്ചേ. കൂള് കാണണ്ട. നാരായണി, ദേവി, ഞാൻ. ദേവി കുഞ്ഞമ്മ കണ്ടോടി. ഹായ് ദേവി കുഞ്ഞമ്മ. സ്ഥലം ഏതാ? ശ്യാമളമ്മയുടെ വീട്. അതിനിപ്പോൾ എവിടെ ആക്കുന്നൊക്കെ ഞാൻ പറഞ്ഞതിനൊക്കെ മനസ്സിലാവുമോ? ആ, കുടുങ്ങാനൊന്നുമില്ല. ഇതാരെന്നറിയോ? മാറ്റിക്ക്, മാറ്റരുതെന്ന് പറഞ്ഞാൽ മാറ്റുമല്ലേ നീ? പഴയ നാരായണി, പുതിയ നാരായണിയല്ല. എന്ത് സൂത്രം? ഇതാണ് സൂത്രം. ഇതാണ് സൂത്രം. കാക്കമ്മയുടെ സാധനം നാരായണി. ഇതാണ് സൂത്രം. നാരായണിയും ഷാമ്പുവും ഇതേണ്ട. ഷാമ്പു ഇതിനകത്തുണ്ട്. ഇല്ല, ദേ നാരായണിക്കുട്ടി, പഴയ നാരായണി. ശബരിമല പോവാ. നാരായണി പഴയ ഏറുമാടത്തേക്ക് പോവാ. ഞങ്ങളെല്ലാം പാഞ്ചാലിമേട്. ചിഞ്ചു ചേച്ചി, ചിഞ്ചു സിജോ മാമൻ. ആ ഇതാരാ? ജാനിക്കുട്ടി. ശാമ്പു സുന്ദരി. ഞാൻ വരുമ്പോ വിളിക്കും. ഞാൻ മാർട്ടും പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നേ. ഇതാണ് സുന്ദരി ജയ. സുന്ദരി ജയ നാരായണ. ജയപ്രഭ ആറുൺ. അവള് പഠിക്കട്ടെ. ഹെഡ്സെറ്റ് വെച്ച ശ്യാം നാരായണി ഞാൻ കുത്തിയിട്ടുണ്ട്. ഇത് താടിയപ്പ. ശബരിമലയിൽ ശാംഭവി നാരായണിയും അപ്പയും. ശാംഭവി, ഇതേ നീ ശബരിമല പോയില്ലെന്ന് നീ പറഞ്ഞില്ലേ? ഇതാണ് ശബരിമല. പറയുന്നത് കേൾക്കുന്നില്ല ഇപ്പൊ. ശാമ്പുക്കുട്ടി കൊടുങ്ങാനുള്ള കേസാണ്. ഏത്? അത് ശരി കേട്ടോ. കാക്കമ്മ മേടിച്ചാൽ മതി. കാക്കമ്മച്ച് മേടിച്ചു തന്നത് ആ ഉടുപ്പ്. ആരാണി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇല്ല പോവുക. നാരായണി ശബരിമലയാണോ? ശബരിമലയായിരിക്കും. ശബരിമലയാ. ഇത് ഓണസദ്യ പപ്പാടെ അടുത്ത്. അവനവന് കഴിക്കാൻ പറ്റുന്ന അവന് എടുക്കാവുള്ളൂ കേട്ടോ. ചായപ്പൊടി തീർന്നോ? ബോണ്ടി. എന്റെ പൊന്നെ,
ഇങ്ങനെയാണോ അലമാരി അടയ്ക്കുന്നത്? ചവിട്ടി. അതിനകത്ത് നിന്റെ തുണി ഞാൻ കിടക്കുന്നോണ്ട് അടയുന്നില്ല. അത് എന്നോട് പറഞ്ഞാൽ ഞാൻ അടയ്ക്കുമല്ലോ. ചവിട്ടി അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ വെച്ച് പൊട്ടിക്കാം. നമുക്ക് പൊട്ടിക്കാവേ. കൊള്ളാം. അപ്പേ അപ്പേ ഇതെന്നപ്പേ പാട്ട ഇതെന്നപ്പേ പാലം എന്തെല്ലാം എന്നെ നടത്തില്ലേ? അതെ തന്നെ ഇട്ടേക്കുന്നേ. കഞ്ഞിവെള്ളോ? ആർക്കാ? എനിക്കെല്ലാത്തിനും കഞ്ഞിവെള്ളോ? അല്ല തന്നെ വണ്ണമാ. ഇപ്പൊ കഞ്ഞിവെള്ളം കൂടെ കുടിച്ചിട്ട്. പാലാണോ? അയ്യോ അത് കാപ്പിപ്പൊടിയല്ലേ? ആ എനിക്കത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേട്ടനല്ലേ നോക്കുന്നേ. അത് ചായപ്പൊടിയാണെങ്കിൽ പിന്നെ എന്നത്തിനാ ഇത്? ഇത് കടുപ്പമുള്ളതാണ്. അപ്പൊ എടുക്കുന്നതോ? കടുപ്പം കുറഞ്ഞു. അപ്പൊ തവേ ആ സ്പൂൺ എടുത്തേ. ഇവൾ ഇവിടെ നാടെ എടുത്തോണ്ട് പോയി അവിടെ ചുമ്മാ കളയോ കേട്ടോ. നീ തൊട്ട് പോയിട്ട് നീ തൊടാനില്ല. സ്പൂൺ വേണ്ട തവി. ഇത് ഇവിടുത്തെ പട്ടിക്കുഞ്ഞിനും അവിടെ കുറേ 2-3 പട്ടിക്കുഞ്ഞുള്ള അത് നോക്കും ആയിരിക്കും. ഇത് ഇവിടെ ഉള്ളവരുടെ ചായ കണ്ടിട്ട് ആ പട്ടിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനാന്ന് തോന്നുന്നു കേട്ടോ. അതെ അതെ എന്തായാലും കൊടുത്തായിരുന്നു. നമ്മുടെ എൻ്റെ പേരെന്നാ? ആ സിംബാടെ സഹോദരങ്ങളില്ലേ നമ്മൾ കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞുങ്ങള് അതുങ്ങൾക്ക് കൊടുക്കാൻ. ഏത് പട്ടി? ഏത് പട്ടിയാ? അല്ല 5 എണ്ണം കൊണ്ട് ഇനി മൊത്തം 6 പട്ടിയല്ലേ? ഇന്നലെ കൊടുത്തപ്പോൾ നമ്മുടെ ഒരു സന്തോഷം. എന്തുപടി അപ്പൊ ഇവിടെ കറണ്ട് ഓഫ് ചെയ്ത് കളിക്കുവാണോ? അവിടെ എന്തോ കാണിക്കുക? ഏത് മത്തമാമൻ? അന്നിവിടെ വെള്ളം അടിച്ച് പാമ്പായിട്ട് കിടന്ന മത്തമാമനോ? ഈ വലയുടെ അവിടെ വിളിക്കണോ? വെറുതെ തെറിയേക്കേണ്ട ആവശ്യമുണ്ടോ? മത്തമാമന്റെ വീട്ടിൽ കാണാം. ലൈറ്റ് ഓഫ് ചെയ്ത് കളിക്കണോ? ആ പട്ടി മറ്റേ പട്ടിക്കുഞ്ഞുങ്ങൾക്കാണോ അത്? അത്രയും പോയതാണോ പട്ടിക്ക്? അത് മനസ്സിലായി. ചായ അത് പട്ടിക്കൊക്കെ ഉള്ള. മനസ്സിലായോ? മനസ്സിലായോ? അവൾ ഈ അടുക്കള വെറുതെ ഇരിക്കുമൊന്നുമല്ല, അവൾക്കറിയാം. ഇപ്പൊ മറന്നുപോയി കാണുമെന്ന് അല്ലേ? ചേർക്കുന്നു പട്ടി ചായക്കകത്തോ? ആ പാലിനകത്ത് തെറ്റിപ്പോളെല്ലാം ശരിയാക്കുന്നു. കുമ്മാന്റെ വേണ കുപ്പാന്റെ കറിന് ഉപ്പാന്റെ കരളെ ഉമ്മാന്റെ കരളെ ഉപ്പാന്ന് നമുക്ക് ഉപ്പാണെന്നല്ല സ്വത്താണ്. കാക്കമ്മയുടെ പാട്ടാണല്ലോ ഇതൊക്കെ. മറ്റേ പാത്രത്തിനകത്ത് ഇതിനകത്ത് പോതും കുട്ടിക്കുള്ള തന്നെ എപ്പട്ട് പണമ്പണ പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. എന്റെ മണിയാച്ചി എന്നിട്ട് തൊട്ടത്ത് ഏതാ പടം? എന്നിട്ട് തൊട്ടത്തിൽ അതേതാ പടം? എന്റെ വീട്ടിൽ തോട്ടത്തിൽ ജെന്റിൽമാൻ അപ്പനെ പോലെ, അപ്പയെ പോലെ ജെന്റിൽമാൻ.
അതേതാ പടം? അതേതാ പടം? ഏതാ പടം? നീ അറിയണമല്ലോ. എനിക്കറിയത്തില്ല. അമ്മയുടെ പൊന്നോ? അതേതാ? ആ വർണ്ണപ്പകിട്ട്. എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു ചായ അടിച്ച് കുടിക്കണമെന്ന്. അതാ തോന്നുന്നു നോക്കട്ടെ അടിക്കുന്നത്. അല്ലല്ലോ ചായ അടിച്ചു കുടിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ലാണ്ട് ചുമ്മാ അങ്ങോട്ട് അതാ അടിക്കാൻ അറിയാൻ മേല. പതിയെ മതി, ധൃതിയൊന്നുമില്ല. എന്തുവാ അതിനകത്ത് മനസ്സിലൊന്നുമില്ല. ചേട്ടായുടെ വെളിയിൽ പോയി കേട്ടോ. അമ്മയുടെ മോൻകുട്ടൻ അമ്മയുടെ മോനെ ഇന്നെങ്ങാനും ഒഴിക്കുവോ? മതി മതി മാഷേ. ചേച്ചി വിളിക്കൂ എല്ലാരും കൂടെ. ചേച്ചിയുടെ ചായ ബിസ്ക്കറ്റ് ഒന്നുമില്ല. എന്താ ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് മേടിച്ച കടയിൽ പോണം. എന്താ ബിസ്ക്കറ്റോ? ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റ്, എക്സ്പ്രസോ? പിന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ചോക്ലേറ്റ് നിനക്കൊന്നും തരാൻ പറ്റത്തില്ല. ബിസ്ക്കറ്റ് എടുത്ത് കടയിൽ പോണം. ചായയുടെ കൂടെ കഴിക്കണം. കറക്റ്റ് ആണല്ലോ. ആ പതേ ഉള്ളത് എനിക്ക് തരുമോ? അമ്മേ അമ്മേ അപ്പത്തിന് കഴിച്ചോ? അമ്മേ അടിപൊളി. അമ്മേ അമ്മേ എന്തുവാ? അപ്പത്തിന് കഴിച്ചല്ലോ. അപ്പൊന്നുമില്ല. അപ്പേ 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 ചായ ഇറക്കണ്ടേ? ചൂടൊന്നുമില്ല, ഞാൻ ആർച്ചു. ഇതല്ലേ ഇതിന് അതൊക്കെ ആർച്ചടി ആറ്റിയില്ലേ അപ്പൊ ആറി. അപ്പ ഇതിനകത്ത് എന്താ ചേർക്കുന്നത്? അതിനകത്തൊന്നും ചേർക്കുന്നില്ല. ആ പട്ടിക്ക പട്ടി പാവം. സിംബ 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 സിംബാ സിംബാബാ. ഇതാണോ?